ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം യെശയ്യാപ്രവാചന പുസ്തകം 58 അധ്യായം 9 വാക്യം. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും, നീ നിലവിളിക്കും, ഇതാ ഞാൻ എന്ന് അവൻ അരുളിച്ചെയ്യും. മിഷണറി ശ്രേഷ്ഠനായിരുന്ന ഹഡ്സൺ ടൈലറിന് പ്രാർത്ഥിക്കുന്ന ഒരമ്മയുണ്ടായിരുന്നു. തൻ്റെ മകനെ ഒരു സുവിശേഷകനാക്കണമെന്ന് ആ അമ്മ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ 15 വയസ്സായപ്പോൾ തന്നെ ടൈലർ ഒരു ബാങ്കിൽ ജോലിക്ക് പോയി. അവൻ പ്രാർത്ഥനാ ജീവിതം അങ്ങനെ അവസാനിപ്പിച്ചു. ദൈവമക്കളെ വിമർശിക്കുവാനും തുടങ്ങി. ഇത് അവൻ്റെ അമ്മയ്ക്ക് വലിയ ദുഃഖത്തിന് കാരണമായി. അവൻ്റെ സഹോദരി അമേലിയയും രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലായിരുന്നു. അവളും തൻ്റെ സഹോദരൻ്റെ രൂപാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം അവൻ്റെ അമ്മ 70 മൈൽ അകലെ താമസിക്കുന്ന ഒരു സുഹൃത്തിനെ സന്ദർശിക്കുവാൻ പോയി. സുഹൃത്തിൻ്റെ വീട്ടിൽ എത്തി ഉച്ചഭക്ഷണം കഴിഞ്ഞപ്പോൾ ആ മാതാവിന് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള പ്രേരണയുണ്ടായി. മാതാവ് ഒരു മുറിയിൽ കയറി അടച്ചിട്ട് മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയത്ത് തൻ്റെ മകൻ എന്ത് ചെയ്യുകയാണെന്നോ എവിടെയാണെന്നോ അവർക്കറിയില്ലായിരുന്നു. അതേ സമയത്ത് തന്നെ ഹഡ്സൺ ടൈലർ തൻ്റെ വീട്ടിൽ പിതാവിൻ്റെ വായനാമുറിയിലായിരുന്നു. അവൻ പുസ്തകങ്ങൾ പരതുന്നതിനിടെ ഒരു ചെറിയ ലഘുലേഖ ശ്രദ്ധയിൽപ്പെട്ടു. അത് പൂർത്തിയായി എന്ന് തലക്കെട്ടുള്ള ആ ലഘുലേഖ അവൻ അവിടെ ഇരുന്ന് വായിച്ചു. യേശുക്രിസ്തുവിനെ സ്നേഹിക്കുകയും ആശ്രയിക്കുകയും അല്ലാതെ മറ്റൊന്നും താൻ ചെയ്യേണ്ടതില്ല എന്ന് അവന് ബോധ്യമായി. അവൻ തൻ്റെ ഹൃദയം യേശുക്രിസ്തുവിനായി തുറന്നു കൊടുത്തു. ഒരു പുതിയ മനുഷ്യനായി തീർന്നു. ഈ സമയത്ത് 70 മൈൽ അകലെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അവൻ്റെ അമ്മയുടെ ഹൃദയത്തിൽ വലിയ ആശ്വാസം അനുഭവപ്പെട്ടു. തൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചതായി അവൾക്ക് തോന്നി. അവളുടെ ഹൃദയം ദൈവത്തോടുള്ള നന്ദിയാലും സന്തോഷത്താലും നിറഞ്ഞു. ഹഡ്സൺ തൻ്റെ രൂപാന്തരത്തെക്കുറിച്ച് അമീലിയയുമായി പങ്കുവച്ചു. എന്നാൽ അമ്മ മടങ്ങി വരുമ്പോൾ താൻ തന്നെ നേരിട്ട് പറഞ്ഞു കൊള്ളാമെന്നും അതുവരെ ഈ വാർത്ത രഹസ്യമായി വയ്ക്കാനും അദ്ദേഹം സഹോദരിയോട് ആവശ്യപ്പെട്ടു. 2 ആഴ്ചയ്ക്ക് ശേഷം അമ്മ മടങ്ങി വന്നപ്പോൾ ഹഡ്സൺ ടൈലർ സന്തോഷത്തോടെ വാതിലിലേക്ക് ഓടിയെത്തി. അമ്മ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നിനക്കെന്നോട് പറയാനുള്ള സന്തോഷ വാർത്തയെക്കുറിച്ച് ഓർത്ത് ഞാൻ ഏറെ സന്തോഷിക്കുന്നു. അത്ഭുതപ്പെട്ടു പോയ ഹഡ്സൺ അമീലിയാണോ ഈ വാർത്ത അറിയിച്ചെന്ന് അന്വേഷിച്ചു. എന്നാൽ താൻ ആ ദിവസം ഉച്ചതിരിഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം തന്നെയാണ് തനിക്കിത് വെളിപ്പെടുത്തിയതെന്ന് അമ്മ മകനോട് പറഞ്ഞു. ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാകുന്നുവോ, ദൂരസ്ഥനായ ദൈവവുമല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. സങ്കീർത്തനങ്ങൾ നാം പഠിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ ദാവീദ് രാജാവ് തൻ്റെ പ്രാർത്ഥനയിലൂടെ മറുപടി ലഭിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ദൈവം ഉത്തരമരുളിയില്ലെങ്കിൽ അവൻ തൃപ്തനാകില്ല. ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ താൻ മരിച്ചവനെ പോലെയെന്ന് സ്വയം കരുതുന്നു. അതുപോലെ നമ്മുടെ പ്രാർത്ഥനകളിലും നമുക്ക് അതീവ താല്പര്യമുണ്ടായിരിക്കണം. ജീവനില്ലാത്ത തണുത്ത കേവലം ഔപചാരികമായ പ്രാർത്ഥനകൾ പ്രയോജനപ്പെടില്ല. പ്രാർത്ഥനയിൽ ജാഗരിച്ച് പോരാടണം എന്നാണ് ഗാനത്തിൽ നാം പാടാറുള്ളത്. പ്രാർത്ഥന എന്നത് സാത്താനോട് പോരാടാനുള്ള ഒരു ആയുധം കൂടിയാണ്. ഏകാഗ്രമായ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ ആയുധം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നത്. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിലും കുടുംബ പ്രാർത്ഥനകളിലും ആരാധനയിലെ പ്രാർത്ഥനകളിലുമൊക്കെ എത്രമാത്രം ശുഷ്കാന്തി നാം പുലർത്തുന്നു എന്ന് സ്വയം ശോധന ചെയ്യുവാൻ കൂടിയുള്ള അവസരമായിട്ട് നാം ഇതിനെ കാണണം. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനം നമ്മുടെ വ്യക്തിപരമായ ചുറ്റുപാടുകളെക്കുറിച്ചുള്ള ആവലാതിയുമൊക്കെ നമ്മുടെ പ്രാർത്ഥനയിലുണ്ടോ എന്ന് പരിശോധിക്കുവാനായിട്ടുള്ള ഒരവസരമായിട്ട് നമുക്ക് വേർതിരിക്കാം. ആയതിനാൽ ഏകാഗ്രമായ ഹൃദയത്തോടും നുറുങ്ങിയ ഹൃദയത്തോടും ദാവീദിനെ പോലെ നമുക്കും പ്രാർത്ഥനയിൽ ആയിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പുതുവർഷാരംഭത്തിൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ശരിയായി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈ ലോകത്തിലെ ചിന്തകളും ചുറ്റുപാടുകളും ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ വീര്യം കെടുത്തിക്കളയുവാൻ ഒരിക്കലും ഇടയാകലേ. പ്രാർത്ഥനയിൽ അനുദിനം വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.